കമൻ. യെസ്. ആ ഇന്ദുവായിരുന്നോ? വാ വാ ഇരിക്കെ. സത്യേട്ടൻ എന്താ വിചാരിച്ചേ ഞാൻ ഇന്ന് ഓഫീസിൽ വരില്ലെന്നോ? ഇന്ദു വന്നുവെന്നും വർക്ക് തുടങ്ങിയെന്നും എനിക്ക് സിസ്റ്റം ഓപ്പൺ ചെയ്ത് നോക്കി അറിയില്ലേ. എന്നിട്ടെന്താ എന്നെ ഒന്ന് വിളിക്കുക കൂടി ചെയ്യാതിരുന്നേ? തിരക്കായിരുന്നു. ഫ്രീ ടൈം കിട്ടുമ്പോ അങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഓ, അപ്പൊ രാവിലെ എന്നെ പിക്ക് ചെയ്യാൻ വരാതിരുന്നതോ? അത് പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റായി. എന്നിട്ട് അങ്ങനെയല്ലല്ലോ സത്യേട്ടന്റെ അമ്മ വീട്ടിൽ വന്നപ്പോ പറഞ്ഞത്. അമ്മ അവിടെ വന്നോ? അതെ, വരികയും ചെയ്തു. സത്യേട്ടന്റെ വീട്ടിൽ ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. പ്രതിഭയ്ക്ക് എന്തു പറ്റി സത്യേട്ടാ? അവൾക്ക് ഇത്രയ്ക്കും സംശയമാണോ സത്യേട്ടനെ? ഒക്കെ എന്റെ തെറ്റാ ഇന്ദു. പ്രതിഭയോടൊപ്പം കുറച്ചു സമയമെങ്കിലും ഞാൻ സ്പെൻഡ് ചെയ്യണമായിരുന്നു. അതിന് കഴിയാറില്ല. അതിന്റെ ഫ്രസ്ട്രേഷനൊക്കെ കാരണം അവളെന്തോ പറഞ്ഞു പോയതാ. പക്ഷെ അമ്മ അത് കണ്ടു. അതാ ആകെ കുഴപ്പമായത്. സുശീലേന്റെ റൂട്ട് മാറ്റാൻ തോന്നല്ലോ സത്യേട്ടാ. പ്രതിഭയെ സപ്പോർട്ട് ചെയ്തും സത്യേട്ടനെ എന്നെയും കുറ്റപ്പെടുത്തിയോ രാവിലെ വീട്ടിൽ വെച്ച് സംസാരിച്ച? സോറി ഇന്ദു, അമ്മയുടെ സ്വഭാവം ഇങ്ങനെയാ. നമ്മുടെ കാര്യത്തിൽ അമ്മയുടെ പ്രതീക്ഷ പോലെ ഒന്നും നടന്നില്ലല്ലോ. അതിന്റെ ഒരു ദേഷ്യം കാണും. ഒരു കണക്കിന് അമ്മയെ പ്രതീക്ഷ ഉപേക്ഷിച്ചത് നന്നായി. പ്രതിഭയ്ക്കും അതൊരു ആശ്വാസമാവും. ഇനി അത് അങ്ങനെ പോട്ടെ ഇന്ദു. ഞാൻ ഇന്ദുവിനെ പിക്ക് ചെയ്യാനായിട്ട് വീട്ടിലേക്ക് വരുന്നത് നിർത്തി. നിനക്കൊന്നും തോന്നരുത്. എനിക്കെന്ത് തോന്നാൻ? പെട്ടെന്ന് എന്തേലും ഷെയർ ചെയ്യണമെന്ന് തോന്നിയാലും ഞാനിനി സത്യേട്ടനെ വിളിക്കില്ല. നമ്മള് കാരണം ആരും വിഷമിക്കാൻ പാടില്ലല്ലോ. എന്നുവെച്ച് ഓഫീസിൽ വരാതിരിക്കരുത്. നാളെ ഈ കമ്പനി നയിക്കേണ്ടയാളാ. ആര് നയിക്കുമെന്നൊക്കെ നമുക്ക് ഭാവിയിൽ കാണാം. എന്നെ ഇപ്പോ എന്റെ അമ്മ വിളിച്ചിരുന്നു. എന്തിന്? സുശീല ആന്റിയുടെ പുതിയ റൂട്ടിനെ കുറിച്ചൊരു സൂചന തരാനാ വിളിച്ചേ. വിശദമായിട്ടൊന്നും പറഞ്ഞില്ല. സുശീല ആന്റി ഇന്ദ്രേട്ടനെ പുതിയ കല്യാണം ആലോചിക്കുന്നുണ്ടല്ലേ? അമ്മ അങ്ങനെ പല ആലോചനകളും നടത്തും. അതൊന്നും ഇന്ദ്രേട്ടൻ അംഗീകരിക്കില്ലെന്ന് മാത്രം. ഇന്ദ്രേട്ടൻ അനുസരിച്ച് ഡിവോഴ്സ് ചെയ്യാന്ന് സമ്മതിച്ചല്ലേ? അത് അമ്മയുടെ ഏട്ടൻ സമ്മതിച്ച് കാണും. പക്ഷെ അവര് ഡിവോഴ്സ് ആയില്ലല്ലോ. പക്ഷേ ഇത്രയും കാര്യങ്ങൾ സുശീല ആന്റി എന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടുണ്ട്. സത്യേട്ടന്റെ അമ്മയുടെ മനസ്സിൽ എന്തായിരിക്കും എന്ന് സത്യേട്ടൻ ഒന്ന് ഊഹിച്ചു നോക്കിയേ.